അടുത്ത് ഞാൻ ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നത് മറുപുറം എന്നൊരു സിനിമയാണ്. അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു മറുപുറമായി മാറി എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ സത്യം. അത് ജൂബിലിയാണ് എൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ജോയിച്ചനാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിറ്റ്നസ് എന്നതിൻ്റെ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ജോണറിൽപ്പെട്ടൊരു സിനിമ ചെയ്യണം. ഒരു ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡി, സെക്കൻഡ് ഹാഫ് ഇൻവെസ്റ്റിഗേഷനൊക്കെയുള്ള വിറ്റ്നസിൻ്റെയൊക്കെ ഒരു ജോണറിൽപ്പെട്ടൊരു സിനിമ ചെയ്യണമെന്നൊരു ഇങ്ങനൊരു താല്പര്യം പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ഞാനും രഞ്ജിത്തും കൂടെ തന്നെ ഇരുന്നിങ്ങനെ ഡിസ്കസ് ചെയ്ത്, അപ്പോൾ അതായത് അങ്ങനൊരു അപ്പോഴും സബ്ജക്റ്റിൻ്റെ ഐഡിയ ഒന്നുമില്ല. ഇങ്ങനൊരു സംഭവം ചെയ്യണമെന്നുള്ള ഒരു ധാരണയിൽ അതിനെ ആലോചിച്ച് പല 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 സിറ്റുവേഷൻസ് ആലോചിച്ചിട്ടാണ് അങ്ങനൊരു കഥയിലെത്തുന്നു. അത് വിറ്റ്നസ്സിലിപ്പം ജഗദീഷ് ശിവകുമാറും ജയറാമുമാണ് രണ്ട് ചെറുപ്പക്കാരുടെ കഥാപാത്രമെങ്കിൽ ഇതിൽ വേറൊരു രീതിയിലുള്ള ജയറാമും മുകേഷും അഭിനയിക്കുന്ന അവരുടെ തമാശയും കാര്യങ്ങളും അത് വന്നിട്ടൊരു ഇൻട്രോയിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഇഷ്യൂവിൽ വരുന്നു. അത് സെക്കൻഡ് ഹാഫ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകുന്ന സിനിമയാണ് മറുപുറം. അപ്പോൾ അതിൻ്റെ കഥ ഏകദേശമൊക്കെ ചർച്ച ചെയ്തു, കഥയൊക്കെ ഏകദേശം കഥയിലേക്ക് എത്തി. അപ്പോൾ രഞ്ജിത്ത് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് എറണാകുളത്തിരിക്കുന്നു. ഈ സമയത്ത് അതിൻ്റെ ഒരു പാട്ടിൻ്റെ സിറ്റുവേഷൻ ആ സിനിമയിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പാട്ടിൻ്റെ കമ്പോസിങ്ങും കാര്യങ്ങളും അതിൻ്റെ റെക്കോർഡിങ്ങും ഒക്കെ മദ്രാസിൽ ഫിക്സ് ചെയ്യുന്നു. അതിൽ കൃഷ്ണനായർ സാറിൻ്റെ മകൻ കെ ജയകുമാർ, അന്ന് അദ്ദേഹം IAS ഓഫീസറാണ്, അദ്ദേഹമാണ് അതിൽ പാട്ട് എഴുതിയത്. ഒറ്റ പാട്ടേ ഉള്ളൂ. മ്യൂസിക് ചെയ്തത് മോഹൻ സിത്താര. അങ്ങനെ മദ്രാസിൽ വെച്ച് ആ പാട്ട് റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ചെയ്തപ്പോൾ കുറച്ച് ദിവസം മദ്രാസിൽ ഞങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ച് എറണാകുളത്ത് വരുമ്പോഴത്തേക്കും രഞ്ജിത്ത് ടെൻഷനിലാണ്. രഞ്ജിത്ത് പറഞ്ഞ് ഞാൻ എത്ര എഴുതിയിട്ടും ഇത് മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ രഞ്ജിത്ത് എഴുതിയനുസരിച്ച് ഏകദേശം ഫസ്റ്റ് ഹാഫ് തന്നെ ഒരു സിനിമയെക്കാളും ലെങ്ത് വന്നു കഴിഞ്ഞു. രഞ്ജിത്തിന് കൺഫ്യൂഷനാണ്. രഞ്ജിത്ത് പറഞ്ഞ് നമുക്കിത് തമ്പി ഇത് മുമ്പോട്ട് പോവില്ല, നമുക്കിത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള അവസ്ഥ. അപ്പോൾ എന്താ ചെയ്യത്? ബാക്കി കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോയി, ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് വാങ്ങിച്ചു, റെക്കോർഡിങ് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ അപ്പം ഞാനും രഞ്ജിത്തും കൂടെ ജോയിച്ചനായിട്ട് സംസാരിച്ചു, എങ്ങനെ എന്ത് ചെയ്യും. ജോയിച്ചൻ പടം എന്തായാലും നിർത്താൻ പറ്റത്തില്ല, കാര്യം ജൂബിലി ഒരു പടം അനൗൺസ് ചെയ്താൽ ആ പടം തിയേറ്ററിലെത്തണം, അത് ഞങ്ങൾക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ക്രിപ്റ്റിൽ ബാക്കി എന്തെങ്കിലും മാറ്റം വരുത്താൻ, സബ്ജക്റ്റ് ഓക്കെ ആണല്ലോ, അതിൽ ബാക്കി സ്ക്രീൻ പ്ലേ എന്തെങ്കിലും മാറ്റം വരുത്താറുണ്ടെങ്കിൽ മാറ്റം വരുത്താം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞ് ഞാനൊരു വല്ലാത്തൊരു ബ്ലോക്കിൽ കിടക്കുകയാണ്, എനിക്ക് ഒന്ന് റിലീഫ് കിട്ടിയില്ലെങ്കിൽ മുമ്പോട്ട് പോവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ജൂബിലി ജോയിച്ചിനായിട്ട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആളാണ് ഡെന്നീസ് ജോസഫ്. അപ്പോൾ ഡെന്നീസിനെ വിളിച്ചു. ഡെന്നീസ് വന്ന് കഥയൊന്ന് കേട്ടു. അപ്പോൾ ഡെന്നീസ് വേറെ ഏതോ പടങ്ങളുടെ കുറച്ച് തിരക്കാണ്. ഡെന്നീസ് ഒന്നിൻ്റെ അഭിപ്രായമൊക്കെ പറഞ്ഞു. ഡെന്നീസ് പറഞ്ഞു ഇരിക്കാനുള്ള സമയം കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഡെന്നീസ് അങ്ങനെ അതിൽ ഇൻവോൾവ് ചെയ്തില്ല. അപ്പോഴാണ് ജോയിച്ചൻ തന്നെ വിളിക്കുകയാണ് കല്ലൂർ ഡെന്നീസിനെ. അങ്ങനെ ഡെന്നീസൻ വന്നു. ഡെന്നിസിനും രഞ്ജിത്തുമായിട്ടിരുന്ന് സംസാരിച്ചിട്ട് അവർ തമ്മിലൊരു ധാരണ ഉണ്ടാക്കി. അതായത് ഫസ്റ്റ് ഹാഫാണ് രഞ്ജിത്ത് എഴുതി വെച്ചിരിക്കുന്നത്, അതാണ് ഏകദേശം ഒരു സിനിമയുടെ ലെങ്ത് ഉള്ളത്. അതിനെ ചുരുക്കി അതിൻ്റെ ഹ്യൂമറൊക്കെ കയറ്റി അതിന് ഡെന്നിസിന് എഴുതാം ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ഇൻവെസ്റ്റിഗേഷൻ സംഭവങ്ങളാണ്, അത് രഞ്ജിത്ത് എഴുതട്ടെ എന്നൊക്കെ പറഞ്ഞൊരു ധാരണയുണ്ടാക്കി. അങ്ങനെയാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത്. അതായത് ഫസ്റ്റ് ഹാഫ് അതിൻ്റെ സ്ക്രിപ്റ്റ് കല്ലൂർ ഡെന്നീസും, സെക്കൻഡ് ഹാഫ് അതിൻ്റെ സ്ക്രിപ്റ്റ് രഞ്ജിത്തുമാണ്. അങ്ങനെ ആ സിനിമ തുടങ്ങുന്നു. ഫസ്റ്റ് ഹാഫിൽ കുറേ ഹ്യൂമറും കാര്യങ്ങളും രസകരമായിട്ട് പോയി. ഉർവശി അതിൻ്റെ പ്രധാന കഥാപാത്രമാണ്. അതിൽ സെക്കൻഡ് ഹാഫ് അതിൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് പീരിമേഡാണ്, സുഖേട്ടനും. അപ്പോൾ അതിലൊരു നായികയുടെ ഒരു കഥാപാത്രമുണ്ട്. അപ്പോൾ അതിലൊരു പെൺകുട്ടി വേണം, ഒരു പുതിയ കുട്ടിയെ വേണം. ആ സമയത്ത് ജേനൻ വിൻസെൻ്റ് ഒരു പെൺകുട്ടിയുടെ പടം അയച്ചു തരുന്നു. അന്ന് ഈ മൊബൈലൊന്നും ആയിട്ടില്ല, പുള്ളി കൊറിയറില്ല, അയച്ചു തരികയാണ്. അപ്പോൾ പടം കണ്ടപ്പോൾ നല്ല കുട്ടി. അപ്പം ജയനും പടമേ കണ്ടിട്ടുള്ളൂ, ആരോ അയച്ചു കൊടുത്ത പടമാണ്. അങ്ങനെ ആ കുട്ടിയെ ഞങ്ങൾ വരുത്തി ഷൂട്ടിങ് തുടങ്ങാൻ പോകുമ്പോഴാണ് മനസ്സിലാവുന്ന കുട്ടിക്ക് ഈ കണ്ണ് രണ്ട് സൈഡിലാണ്. അപ്പോൾ എങ്ങനെ ഫ്രണ്ട് ക്യാമറ വെച്ചാലും അത് ഒരുമാതിരി കാണുന്നു. അപ്പോൾ ജയനെ വിളിച്ചു, ജയനായി വലിയ ചതിയായി പോയില്ല. ജനം ഞാനും കണ്ടിട്ടില്ല, പടവേ കണ്ടുള്ളൂ. കാണാൻ പഴയ നായികയുടെ മകളുമാണ്. പിന്നെ പല രീതിയിലും ഫ്രെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച്. പിന്നെ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം KG ജയനായിരുന്നു എൻ്റെ ക്യാമറമാൻ.
അപ്പോൾ ജയന് വേറൊരു പടത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് വന്നു, ജയന് പെട്ടെന്ന് പോകേണ്ടി വന്നു. അങ്ങനെ ജയന മിനിസെൻ്റ് തന്നെ വന്ന്. അപ്പം ഞാൻ ജയനോട് പറഞ്ഞു, നിങ്ങളുണ്ട് നായികയല്ലേ, നിങ്ങൾ തന്നെ അതിനെ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്ത് കാണിച്ചു എന്ന് പറഞ്ഞ് ജയനൻ തന്നെയാണ് കുറേയൊക്കെ അത് ചെയ്തത്. ആ പടം അതിൻ്റെ ലാസ്റ്റ് പോർഷൻസൊക്കെ ജയനാണ് ചെയ്തത്. ഒരു രസകരമായ പടമായിരുന്നു. പിന്നെ അതിൽ വേറെ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മനോജ് കെ ജയൻ്റെ രണ്ടാമത്തെ സിനിമയാണ് അത്. അപ്പോൾ മനോജിനെ എനിക്ക് പരിചയമില്ല. അപ്പോൾ ജൂബിലി ജോയിച്ചൻ്റെ അനിയൻ ജിമ്മിയാണൊരു കത്തും കൊടുത്ത് മനോജിനെ അയക്കുന്നത്. അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞിങ്ങനെ ജയവിജയൻ്റെ മകൻ വരുന്നുണ്ട്, അയാൾക്ക് എന്തെങ്കിലും ഒരു വേഷം കൊടുക്കണം. അപ്പോൾ അതിലൊരു ക്യാരക്ടറുണ്ട്, ചെറിയ നല്ല രസമുള്ളൊരു ക്യാരക്ടറുണ്ട്, ആർക്ക് കൊടുക്കണമെന്നിങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ സമയമാണ്. അപ്പോൾ എന്നെ കാണാൻ ഇങ്ങനെ വന്നു. അപ്പം ജിമ്മിച്ചൻ പറഞ്ഞ് ഇങ്ങനെ ജയവിജയൻ, ഞാൻ പറഞ്ഞു ജയവിജയൻ എന്ന് ആരുടെ മകനാണ്? അപ്പം ഞാൻ ജയൻ്റെ മകനാണ്, ഇങ്ങനെ ജയൻ്റെ മകനാണ്, മനോജ് കെ ജയൻ. പുള്ളി അതിന് മുമ്പ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മറുപുറത്തിലൊരു പ്രധാന കഥാപാത്രമായിട്ട് മനോജും അതിൽ വന്നു. ആ ഒരു സസ്പെൻസ്, ഒരു എലമെൻറ്റിൻ്റെ ഒരു കണക്ഷനാണ് മനോജിൻ്റെ ക്യാരക്ടർ. അങ്ങനെ ആ പടം പൂർത്തിയായി. അന്ന് ഈ ജൂബിലി അന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ എറണാകുളത്ത് മറ്റേ സിനിമയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു കോരച്ചേട്ടനുണ്ട്. അപ്പോൾ കോരച്ചേട്ടനെയാണ് ജൂബിലിയൊക്കെ കോരച്ചേട്ടൻ പറയണം എല്ലാ കാര്യങ്ങളിലും ഒരു ഫൈനൽ. അങ്ങനെ ഈ സിനിമയുടെ കാര്യമൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെയാണ് തുടങ്ങിയതൊക്കെ തന്നെ. ഞാനപ്പോൾ കോരച്ചേട്ടനെ കാണാനൊന്നും പോയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് സിനിമയുടെ ഒരു കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഫസ്റ്റ് കോപ്പി ആയപ്പം മദ്രാസിൽ വെച്ച് പ്രിവ്യൂ ഇട്ടു. കോരച്ചേട്ടൻ വന്ന് കണ്ടു. അപ്പോൾ അതിൽ കോരച്ചേട്ടൻ കുറേ സീനുകളൊക്കെ മാറ്റണമെന്ന് പറഞ്ഞു. ഉർവശി എന്തോ ഒരു ചൂലെടുത്ത് മുറ്റം അടിക്കുന്ന സീൻ. ഞാൻ പറഞ്ഞതൊക്കെ അല്ല, അതൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ അങ്ങനെ കുറേ പുള്ളിയുടെ കുറേ രീതി. അപ്പോൾ എനിക്കങ്ങോട്ട് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റിയില്ല. പക്ഷേ ചോദിച്ചും ചില നിർബന്ധം പിടിച്ചതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞ പോലെയൊക്കെ മാറ്റേണ്ടിയൊക്കെ വന്നു ആ സിനിമയിൽ. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, അപ്പോൾ ഞാൻ അടുത്തൊരു സിനിമയുടെ പരിപാടിയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് കഴിഞ്ഞാൽ അടുത്ത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പുള്ളി പറഞ്ഞിങ്ങനെ എന്നോടൊരു ഒരു 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 കല്ലിൻ്റെ മോതിരം കെട്ടിയിടണമെന്നോ പറഞ്ഞു. പുള്ളി എന്നെ പറഞ്ഞു റൂബിയുടെ ഇത്ര ക്യാരറ്റ് റൂബിയൊക്കെ വേണം. അപ്പം പിന്നെ പുള്ളി നോക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും ചോദിച്ചാൽ പറഞ്ഞ് നല്ലതാണ് തമ്പി, ചെയ്യൂ, നന്നായിരിക്കും എന്നോ പറഞ്ഞ് അങ്ങനെ ഞാനങ്ങനെ പറഞ്ഞ പോലെയൊക്കെ അത് ചെയ്തു. അത് കഴിഞ്ഞ് ഈ പടം റിലീസ് ചെയ്തു. ആ പടം ഉദ്ദേശിച്ച പോലെ സക്സസ് ആയില്ല. അപ്പോൾ അതെനിക്കൊരു വല്ലാത്തൊരു, കാരണം ഒരുപാട് സീനുകളൊക്കെ ആവശ്യമില്ലാതൊക്കെ അങ്ങോട്ട് ഇങ്ങനെ ഷഫിൾ ചെയ്യാനും അതിനൊക്കെ കാരണമായി അതിൻ്റെ ഒരു ഫൈനലിൽ. അത് നമുക്കൊരു കാരണമായിരിക്കാം. എന്തായാലും അത് ഉദ്ദേശിച്ച പോലെ ആ പടം നന്നായില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മറുപുറം എന്ന് പറഞ്ഞത് ഈ സിനിമ കഴിഞ്ഞ സമയത്താണ് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കുടുംബം കടന്നു വരുന്നത്. എൻ്റെ വിവാഹത്തിൻ്റെ ഒരു സംഭവങ്ങൾ നടക്കുന്നത് മറുപുറം കഴിഞ്ഞ സമയത്താണ്. അതും ഒരു രസകരമായ സംഭവമാണ്. അത് കഴിഞ്ഞ് ഒരു ദിവസം തിരുവനന്തപുരത്ത് ഇങ്ങനെ, അപ്പോൾ എൻ്റെ വീട്ടിലിങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും വിവാഹത്തിന് വേണ്ടി വലിയ നിർബന്ധവും വിവാഹം കഴിക്കണം അതിനുവേണ്ടിയുള്ള ആലോചനകളും, എൻ്റെ അച്ഛൻ്റെ ഒരു ബന്ധുവിൻ്റെ ഒരു പ്രപ്പോസലൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഇങ്ങനെ എന്ത് വേണം ഇങ്ങനൊരു, അപ്പോൾ കുറേ പടങ്ങളുടെ കമ്മിറ്റ്മെൻറ്റും തിരക്കും ഇങ്ങനെ വീട്ടിൽ പോകുന്നത് തന്നെ അപൂർവമാണ്. പലപ്പോഴും മദ്രാസും അങ്ങനെ യാത്രയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം തിരുവനന്തപുരത്തുള്ളപ്പോൾ അപ്പോൾ ഞാൻ രഞ്ജിത്തുമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അന്ന് വളരെ വെരി ക്ലോസ് കോണ്ടാക്റ്റ് ആയിരുന്നു. അപ്പോൾ രഞ്ജിത്തിന് പറഞ്ഞിങ്ങനെ, രഞ്ജിത്ത് നമുക്ക് നോക്കാം തമ്പി, നമുക്ക് നല്ലൊരു സംഭവം വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം രഞ്ജിത്ത് പറഞ്ഞു, തമ്പിക്ക് പറ്റിയൊരു പെൺകുട്ടി വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കിയാലോ എന്ന്. ഞാൻ പറഞ്ഞു ആരാണ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം വെള്ളി നക്ഷത്രം എന്നൊരു മാഗസീൻ, ആ മാഗസിൻ എടുത്തുകൊണ്ട് വന്നു. ആ മാഗസിനിൽ എടുത്തുകൊണ്ട് വന്നിട്ടാണ്, ആ മാഗസിനിലൂടെയാണ് ഞാൻ എൻ്റെ ഭാര്യയെ ആദ്യമായിട്ട് കാണുന്നത്. ആ മാഗസീനിൽ എൻ്റെ ഫാദറിൻ്റെ ജഗന്നാഥവർമ്മയുടെ ഒരു ഫാമിലി ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. അത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഞാൻ പോകാൻ കഴിച്ച ജഗന്നാഥവർമ്മയുടെ മകളും മകൻ മനുവർമ്മയും എല്ലാം കൂടെ നിൽക്കുന്നൊരു പടം. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞ് നമുക്ക് ഈ കുട്ടിയെ ഒന്ന് ആലോചിച്ചാലോ എന്ന്. അപ്പം എനിക്കങ്ങനൊരു ആ സമയത്ത് ഇങ്ങനെ വിവാഹം ഉടനെ വേണോ വേണ്ടയോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ നിൽക്കുക. അപ്പോൾ രഞ്ജിത്ത് ചമ്പയൊന്നും അറിയണ്ട, അത് ഞാൻ ഫോളോ അപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞ് രഞ്ജിത്ത് തന്നെ. അപ്പോൾ എനിക്ക് അപ്പം രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും
എൻ്റെ ഫാദറിലെ ആയിട്ട് വളരെ വർഷത്തെ അടുപ്പമുണ്ട്. അത് പറയുകയാണെങ്കിൽ ഒരു ബാക്ക് സ്റ്റോറിയിലേക്ക് പോകേണ്ടി വരും. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ സിനിമ എന്നുള്ള സ്വപ്നം ആയിട്ട് നടക്കുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സംവിധായകനാകാനല്ല ആഗ്രഹം, നടനാകാനായിരുന്നു ആഗ്രഹം. 77-78 കാലഘട്ടമാണ്. ആ സമയത്ത് ഒരു പുതിയതായിട്ടൊരു സിനിമ തുടങ്ങുന്നു. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ് ഔട്ട് ചെയ്ത് വന്ന GS പണിക്കർ. അദ്ദേഹം ആദ്യം ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ഏകാകിനി എന്നൊരു സിനിമ. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു സിനിമ അതൊരു കല്ലറ പാങ്ങോട് ആ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ളൊരു സിനിമയായിരുന്നു. പ്രകൃതി മനോഹരി എന്നാണ് ആ സിനിമയുടെ പേര്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണത്. അത് 1977 78 എന്നെനിക്ക് ഓർക്കുന്നില്ല. അപ്പോൾ ആ സിനിമയിൽ പുതുമുഖ നടന്മാരെയും നടിമാരെയും തേടിക്കൊണ്ട് പത്രത്തിലൊരു പരസ്യം വന്നു. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ ഞാനും ഒരു അപേക്ഷ എഴുതി അയച്ചു. അങ്ങനെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് അവിടെ ചെന്ന് അപ്പോൾ അഭിനയം കുറേ. അപ്പോൾ ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ നാടകങ്ങളും മോണോ ആക്ട് മിമിക്രിയൊക്കെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അതൊക്കെ നമുക്കിനി ഒരു പറയാം, നമുക്ക് അതിലേക്ക് എത്തുമ്പോൾ പറയാം. അങ്ങനെ കുറേ പുള്ളി പറഞ്ഞ പോലെയൊക്കെ കുറേ അഭിനയിച്ചൊക്കെ കാണിച്ചു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ എനിക്ക് പരിചയമുള്ള ആളും ഉണ്ടായിരുന്നു, പണിക്കർ സാറിൻ്റെ കൂടെ ഒരു മുകുന്ദൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുമാണെന്ന് ഇൻ്റർവ്യൂ ചെയ്തൊക്കെ. അങ്ങനെ അവരെന്നെ സെലക്ട് ചെയ്തു ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. ചെറിയൊരു ക്യാരക്ടറാണ്, വലിയ ക്യാരക്ടറൊന്നുമല്ല. അപ്പോൾ അത് ഷൂട്ടിംഗ് നടന്നത് കടയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ആറ്റിങ്ങലിന് അടുത്താണ്. ഞാനന്ന് ആറ്റിങ്ങൽ കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ ഞാനന്ന് കോളേജിൽ പോകുമ്പോഴും 2 വീലറിലാണെന്ന് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി. അന്ന് കുറേ പോലീസുകാർ ആണ് അതിൽ അഭിനയിക്കുന്നത്. അതിൽ നായകനായിട്ട് അഭിനയിച്ച സുഗതൻ എന്ന് പറഞ്ഞ ഒരാൾ, പിന്നെ പുള്ളി ഒരു വലിയ ഇഷ്യൂവിലൊക്കെ പെട്ട ഒരാളാണ്. പിന്നെ വേറെ പല പോലീസുകാരുണ്ട്. അങ്ങനെ അതിൽ പരിചയപ്പെട്ടൊരു പോലീസുകാരനായിരുന്നു ജഗന്നാഥവർമ്മ. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു അത്. അങ്ങനെ അദ്ദേഹം ഒരു കഥകളി നടനായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ വെച്ച് തന്നെ ലൊക്കേഷനിൽ വെച്ച് തന്നെ കഥകളിയെ പറ്റി സംസാരിക്കുകയും കഥകളിയുടെ ചില മുദ്രകളൊക്കെ കാണിക്കുകയും അങ്ങനെ ഒരു നല്ലൊരു അടുപ്പം ആ സമയത്ത് അദ്ദേഹമായിട്ടുണ്ടായി. ഞാനന്ന് വളരെ ചെറുപ്പമാണ്, കോളേജിൽ പഠിക്കുന്ന സമയമാണ്. അങ്ങനെ ആ സമയത്ത് ആ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ്. അപ്പോൾ അവിടെ കടക്കിലായിരുന്നു താമസമൊക്കെ, ഒരു വീട്ടിലും. അവിടെ ഹോട്ടലൊന്നുമില്ല, എല്ലാവരും ഒന്നിച്ചൊരു വീട്ടിൽ കിടക്കുന്നു. മിക്കവാറും ഞാൻ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഞാൻ തിരിച്ച് ബൈക്കിൽ ആറ്റിങ്ങിലേക്ക് പോരുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ കിടക്കുന്നു. അപ്പോൾ പിറ്റേ ദിവസം കാട്ടിനകത്തൊക്കെയാണ് ഷൂട്ടിങ്. അന്ന് ഈ ജനറേറ്റർ അങ്ങനെയുള്ളതൊന്നുമില്ല, എല്ലാം റിഫ്ലക്റ്റേഴ്സും ലൈറ്റൊന്നുമില്ല. റിഫ്ലക്റ്റേഴ്സ് വെച്ചാണ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. നൈറ്റ് സീനൊന്നുമില്ല, എല്ലാം ഡേ ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ക്രൂ തന്നെയാണ്. ഈ ആൾക്കാർ അഭിനയിക്കുന്നവരും കുറേ അഭിനയിക്കുന്നവരുണ്ട്. ഈ സമരവും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും ഈ പുതുമുഖങ്ങളെ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ അവരും എല്ലാം ഈ പറഞ്ഞ റിഫ്ലക്ടറും എല്ലാം തോളി ചുമന്ന് ഈ എക്യുപ്മെൻറ്റ്സ് എല്ലാം എടുത്ത് അങ്ങനെയാണ് കാട്ടിനകത്ത് പോയി ഷൂട്ട് ചെയ്യുന്നത്. ദിവാകര മേനോൻ എന്ന് പറഞ്ഞ ആളായിരുന്നു അതിൻ്റെ ക്യാമറമാൻ. അപ്പോൾ അവിടെ വെച്ചാണ് മനസ്സിനകത്ത് ഒരു നടനെന്നിലുപരിയായിട്ട് ഒരു സംവിധായകനായി മാറണമെന്നൊരാഗ്രഹം ആദ്യമായിട്ട് ജനിക്കുന്നത് ഈ പ്രകൃതി മനോഹരിയുടെ ലൊക്കേഷനിലാണ്. അതാണ് ആ സിനിമ കൊണ്ട് എനിക്കുണ്ടായ ഒരു 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 ജീവിതത്തിലൊരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ ഫാദറിനെ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം എൻ്റെ 1-2 സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ രഞ്ജിത്ത് ഉടനെ രഞ്ജിത്ത് തന്നെ ഫോളോ അപ്പ് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ ജഗന്നാഥവർമ്മ സാറുമായിട്ട് വളരെ അടുപ്പമുള്ള വേറൊരു ആക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ജഗന്നാഥൻ എന്നാണ്. അപ്പോൾ രഞ്ജിത്തും ജഗന്നാഥനുമായിട്ട് നല്ല അടുപ്പമുണ്ട്. അവർ ഈ നാടകം, രഞ്ജിത്ത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ ജഗന്നാഥൻ എന്ന് പറഞ്ഞാൽ കാവാലത്തിൻ്റെ ട്രൂപ്പിലൊക്കെ ഉള്ള ആളാണ്. ജഗന്നാഥനും അത്യാവശ്യം സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന ആളാണ്. അങ്ങനെ ജഗന്നാഥനെ വിളിക്കുന്നു. ജഗന്നാഥൻ ഞങ്ങളുടെ ഹോട്ടലിൽ വരുന്നു. ഇതെല്ലാം രഞ്ജിത്താണ് നോക്കുന്നത്, ഞാൻ അതിലൊന്നും ഇടപെട്ടിട്ടില്ല. അങ്ങനെ ജഗന്നാഥൻ പോയി സംസാരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഒരു വിവാഹ ലൈഫിലേക്ക് വരേണ്ടൊരവസ്ഥ വരുന്നു. അങ്ങനെ പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നു. ഒരു എന്താ പറയുക, ഒരു നമ്മൾ സാധാരണ ഞാൻ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യമേ ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് പോയിട്ടുള്ളൂ. അത് ഈ വർമ്മ സാറിൻ്റെ വീട്ടിലാണ്. ആ കുട്ടിയാണ് എൻ്റെ വൈഫ്.
വേറെ ഞാൻ അങ്ങനെ അതിന് മുമ്പ് അങ്ങനൊരു ചടങ്ങ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ അവിടെ പോകുന്നു, അതെല്ലാം കഴിയുന്നു, വിവാഹ നിശ്ചയം കഴിയുന്നു. അപ്പോൾ ഈ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോരച്ചേട്ടൻ പറഞ്ഞിട്ട് ഞാനൊരു റൂബിയൊക്കെ കയ്യിലിട്ട് അങ്ങനെ അടുത്തൊരു പടം ഞാനും രഞ്ജിത്ത് തന്നെയാണ്. രഞ്ജിത്തല്ല അത് എഴുതുന്നത് ആക്ച്വലി ജോൺ ബോളാണ്. അത് അരോമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ച പടമാണ്. അത് ജോൺ ബോൾ പറഞ്ഞൊരു കഥ അരോമയ്ക്ക് ഇഷ്ടപ്പെടുകയും അതാണ് ഇമ്മീഡിയറ്റ് ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത്. മുകേഷ്, രാധ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുള്ളൊരു സിനിമ. അപ്പോൾ അതിൻ്റെ ഏകദേശം സ്ക്രിപ്റ്റിംഗ് ഒക്കെ ആയി. അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ടിംഗ് ഊട്ടി തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണ്. ഇഷ്യൂ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അതൊരു ജനുവരിയിലാണ്, 1991 ജനുവരി ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇൻകം ടാക്സ് പ്രശ്നം അരോമയ്ക്കുണ്ടാകുന്നു. അവരുടെ ഓഫീസും അവരുടെ സ്ഥാപനങ്ങളുമൊക്കെ ഇൻകം ടാക്സ് റെയ്ഡ് വരുന്നു. അവരുടെ അക്കൗണ്ടെല്ലാം ഫ്രീസാവുന്നു. അപ്പോൾ അങ്ങനെ മണിസാർ വിളിച്ച് പറയുന്നു, നമുക്കിപ്പോൾ ഈ പടം തുടങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ പടം നിന്നു പോകുന്നു. എല്ലാ ആർട്ടിസ്റ്റും റെഡി, ഇനി ഷൂട്ടിംഗ് തുടങ്ങാനൊരു 4-5 ദിവസമേ ഉള്ളൂ. സ്ക്രിപ്റ്റ് റെഡി. ഞങ്ങൾ ഊട്ടിയിലോട്ട് പോകാൻ പോലും തയ്യാറായിരിക്കുന്ന അവസ്ഥയിലാണ് ഇടുത്തി പോലെ ഇങ്ങനൊരു സംഭവം വരുന്നത്. അതെനിക്ക് ഭയങ്കര മാനസികമായിട്ട് എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കി. കാരണം എൻ്റെ വിവാഹം ഫിക്സ് ചെയ്തു, ആ സമയത്ത് തുടങ്ങാൻ പോകുന്നൊരു സിനിമ നിൽക്കുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നിൽക്കുമ്പോൾ ജോൺ ബോൾ പറഞ്ഞ് കാര്യം ചെയ്യാം, ഞാൻ ഈ കഥ വേറൊരു പ്രൊഡ്യൂസറോട് ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹം എനിക്ക് നല്ല അഭിപ്രായം പറഞ്ഞതാണ്, നമുക്ക് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജോൺ ബോൾ തന്നെ താല്പര്യം എടുത്തിട്ട് അന്ന് ഗുഡ് നൈറ്റ് മോഹനോടാണ് ജോൺ ബോൾ ഈ കഥ പറഞ്ഞിരുന്നത്. അപ്പോൾ ജോൺ ബോൾ ഗുഡ് നൈറ്റ് മോഹനെ വിളിച്ചു. അപ്പോൾ ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞു, എനിക്കിഷ്ടമുള്ള സിനിമയാണത്, നല്ല രസമുള്ള സിനിമയാണ്, നമുക്ക് ആലോചിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗുഡ് നൈറ്റ് മോഹൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമയാണ്, പത്മരാജൻ സാർ ഡയറക്റ്റ് ചെയ്ത പടം. അതിൻ്റെ റിലീസാണ്. അപ്പോൾ റിലീസിന് പുള്ളി പറഞ്ഞ്, ഞാൻ റിലീസിന് വരുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ കോഴിക്കോടെത്തി അവിടെ റിലീസ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ തിരുവനന്തപുരത്തേക്ക് വരാം, അല്ലെങ്കിൽ നിങ്ങൾ കോഴിക്കോട്ടേക്ക് വരൂ, നമുക്ക് എന്തായാലും ഇരുന്നിട്ട് നമുക്കൊരു നിന്നിപ്പിൽ ചെയ്യാൻ പറ്റില്ല, എന്നാലും ഒരു 1-2 ആഴ്ചക്കുള്ളിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്നതൊക്കെ രീതിയിൽ ആലോചിക്കാം എന്നിങ്ങനെ ഗുഡ് നൈറ്റ് മോഹൻ വാക്ക് പറഞ്ഞപ്പോൾ ഒരു മനസ്സമാധാനമായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ കഥയുടെ ബാക്കി മറ്റു കാര്യങ്ങളിലും മറ്റ് ആർട്ടിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞ് ചിലപ്പോൾ ഒരു ചെറിയ താമസം വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവർക്ക് ഇങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗുഡ് നൈറ്റ് മോഹൻ കോഴിക്കോട് വരുന്നു. ഞാൻ ഗന്ധർവൻ്റെ റിലീസും കാര്യങ്ങളുമായിട്ട് നടക്കുന്നു. പിറ്റേ ദിവസം ഒരു വളരെ ആക്സിഡൻ്റലായിട്ടൊരു ന്യൂസ് ഞങ്ങൾ എത്തുകയാണ്, പത്മരാജൻ സാറ് കോഴിക്കോട് വെച്ച് മരണപ്പെടുന്നു. അതൊരു വല്ലാത്തൊരു ഷോക്കായിരുന്നു. അതിന് ഒരാഴ്ച മുമ്പ് വരെ പത്മനാഭൻ സാറിനെ ചിത്രാഞ്ജലി വെച്ച് ഞങ്ങൾ കണ്ടിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഫൈനൽ വർക്കിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തെ പല സ്ഥലത്തും കാണാറുണ്ട്. ഒരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മരണം. അതൊരു വലിയ, ജോൺ ബോളും പത്മരാജനുമായിട്ടും വലിയ അടുപ്പമായിരുന്നു. ജോൺ ബോളിനും അത് വലിയൊരു ഷോക്കായി. അപ്പോൾ എന്തായാലും ബോഡി നാട്ടിലേക്ക്, അതായത് പത്മനാഭ സാറിൻ്റെ നാടെന്ന് പറയുന്നത് ചേപ്പാടിനടുത്താണ്, മുതുകുളം, അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഗുഡ് നൈറ്റ് മോഹനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നു. ഗുഡ് നൈറ്റ് മോഹൻ അവിടെ ഉണ്ട്, കോഴിക്കോടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വല്ലാത്തൊരു മാനസികാവസ്ഥ. അങ്ങനെ ഞാനും ജോൺ ബോളും കൂടെ തിരുവനന്തപുരം നേരെ മുതുകുളത്ത് പോയി അവിടെ ആ മരണാനന്തര ചടങ്ങിലെല്ലാം പങ്കെടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗുഡ് നൈറ്റ് മോഹനുണ്ട്. ഗുഡ് നൈറ്റ് മോഹൻ സംസാരിച്ച് പറഞ്ഞില്ല, ഞാൻ ഇന്നിവിടെ സ്റ്റേ ചെയ്യാണ്, നാളെ ഞാൻ തിരുവനന്തപുരത്തേക്ക് വരും, നമുക്ക് നാളെ അവിടെ നിന്നിരിക്കാം, നാളെ വൈകിട്ട് ഞാൻ ബോംബെയിലേക്ക് പോകും, നാളെ പകൽ നമുക്ക് അവിടെ നിന്നിരുന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കാം. അപ്പം ഞങ്ങളങ്ങനെ അത് കേട്ട ഒരു സമാധാനം, ഈ ഒരു മരണത്തിൻ്റെ പങ്കെടുത്തു, എന്തിനും സിനിമ നടക്കുമല്ലോ എന്നൊരു സമാധാനം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഞാനും ജോൺ ബോളും നേരെ വണ്ടിയിൽ തിരിച്ച് തിരുവനന്തപുരത്ത് വന്നു. പിറ്റേ ദിവസം ഗുഡ് നൈറ്റ് മോഹൻ എത്താമെന്നാണ് പറഞ്ഞിരുന്നത്. പിറ്റേ ദിവസം കേൾക്കുന്ന വാർത്ത, ഗുഡ് നൈറ്റ് മോഹനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള 1-2 പേരും
മുതുകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നിടയ്ക്ക് വന്ന കാർ ആക്സിഡൻ്റ് ആവുന്നു. ആക്സിഡൻ്റായി ഗുഡ്നൈറ്റ് മോഹനെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്നു. കൂടെ ഒന്ന് 2 പേർക്ക് വളരെ സീരിയസ് ആയി, ആകെപ്പാടെ പ്രശ്നമായി. അങ്ങനെ ഗുഡ്നൈറ്റ് മോഹൻ വലിയ കാര്യമായ ഇഞ്ചുറി ഒന്നുമില്ല. 2-3 ദിവസം അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അദ്ദേഹം തിരിച്ച് ബോംബെയിലേക്ക് പോകുന്നു. എനിവേ എന്തായാലും അതോടുകൂടി ആ പ്രോജക്റ്റ് നടന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് വല്ലാത്തൊരു മാനസിക വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടം നടന്നില്ല എന്നുള്ള മാത്രമല്ല, ഞാൻ എൻ്റെ വിവാഹം ഫിക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് തുടങ്ങാൻ പോയൊരു പടം, അങ്ങനെ ആകപ്പാടൊരു മാനസിക പ്രശ്നം. ആദ്യം ഞാൻ ചെയ്തത് എൻ്റെ കൈ കിടന്ന് മോതിരം ഊരി ദൂരെ കളഞ്ഞു. അതിൻ്റെ വല്ലതും ആണോന്ന് പോലും അറിയില്ല. എനിവേ എന്തായാലും ആ പടം നടന്നില്ല. പക്ഷേ അപ്പം ഒരു മാനസിക പ്രശ്നം. ഇപ്പം വിവാഹം നടത്തണോ, ഇപ്പം ഉടനെ വിവാഹം കഴിക്കണോ? അതായത് ഞാൻ പറഞ്ഞ ജനുവരി ആ സമയത്താണിത്, ജനുവരി ഫെബ്രുവരി സമയത്താണ്. ഏപ്രിലിലേക്കാണ് വിവാഹം തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനൊരവസ്ഥ, ആപ്പാടൊരു മാനസിക പ്രശ്നം. ഇപ്പോൾ എല്ലാവരുമായിട്ട് ഇങ്ങനെ, ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അത് ഇനിയിപ്പം ഇതൊന്നും ഡേറ്റൊന്നും മാറ്റാൻ പറ്റില്ല, കാര്യം എല്ലായിടത്തും പറഞ്ഞു പോയതാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു പൂർണ്ണമായൊരു സന്തോഷം, ഒരു വിവാഹം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നേണ്ടൊരു, പക്ഷേ എനിക്ക് കാരണം എൻ്റെ ആ സിനിമ നിന്നുപോയി. അടുത്തൊരു സിനിമ ഉടനെ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുമില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. പല കഥകളും ഞാനും സാബും പല സ്ഥലത്തിരുന്ന് ഉണ്ടാക്കും. അതെവിടെയും ചെന്ന് മമ്മൂക്ക ഉള്ള ലൊക്കേഷനിൽ ചെന്ന് പറയും, പുള്ളി അത് വേണ്ട, അതിങ്ങനെ മാറ്റ് അങ്ങനെ ഒരു 5-6 കഥകൾ പറഞ്ഞു. ഏകദേശം സാബും മാനസികമായിട്ട് പുള്ളി ഒന്ന് വല്ലാതായി. ഏത് കഥ പറഞ്ഞാലും നമുക്ക് അതിൽ അങ്ങനെ മാറ്റി ഇങ്ങനെ മാറ്റുന്ന പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാബ് മമ്മൂക്ക വേറെന്തോ മനസ്സിൽ കാണുന്നുണ്ട്.